ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ ഇതിപ്പോ തനിമാസമായി. നമ്മളൊരു തനിമാസത്തിൽ തിരുവാതിരയ്ക്ക് ഒരു പുഴുക്കുണ്ടാക്കും. ആ പുഴുക്കുണ്ടാക്കാൻ ഒരു ഭയങ്കര രുചിയുള്ള ഒരു സാധനമാണ് ഈ പുഴുക്കെന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് നമ്മുടെ പറമ്പിലുണ്ടാകുന്ന കുറെ സാധനങ്ങൾ വേണം ഈ തിരുവാതിര പുഴുക്കുണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സമയത്ത് അതെല്ലാം കിട്ടും. നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ തിരുവാതിര 4 മണിക്കൊക്കെ ആണെങ്കിൽ നമ്മളൊരു പുഴുക്കുണ്ടാക്കി തരുമ്പോൾ ഇതിന് ഭയങ്കര രുചിയുള്ള ഒരു സാധനമാണ്. ഞങ്ങൾക്ക് അതിനെ ഇച്ചിരി അല്പസ്വല്പം കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് റബ്ബറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഉള്ള മണ്ണിനകത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും. അപ്പൊ അതൊക്കെ എടുത്താണ് നമ്മള് നമ്മുടെ പുഴുക്കിനകത്ത് കൂടുതൽ സാധനം ഒരു 80% സാധനം നമ്മുടെ പറമ്പിലെ സാധനമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഒരു ഐതിഹ്യപരമായിട്ട് അല്ലെങ്കിൽ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറഞ്ഞാൽ ശിവന്റെയും പാർവതിയുടെയും ഒക്കെ വിവാഹ ദിനവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ആ ഒരു കൾച്ചർ പരമായിട്ട് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേങ്കില് സത്യം പറഞ്ഞാൽ ഇത് അങ്ങനെയൊന്നും നോക്കില്ല. നിങ്ങൾക്ക് എപ്പോ ഈ സാധനങ്ങൾ കിട്ടിയാലും ഉണ്ടാക്കി കഴിച്ചാൽ വളരെ രുചികരമാണ്. കാരണം രുചി മാത്രമല്ല, ആരോഗ്യത്തിന് കൂടി നല്ല ഒരു സാധനമാണ്. കാരണം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം ശരീരത്തിന് വേണ്ടുന്ന അത് തന്നെ പോഷകം നിറഞ്ഞ കുറെ സാധനങ്ങളാണ്. അപ്പൊ ഇത് എപ്പോ കഴിച്ചാലും നമ്മുടെ ബോഡിക്ക് കുറച്ച് നല്ലതാണ്, നല്ല എനർജി കിട്ടുന്ന സാധനങ്ങളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എനർജി കിട്ടുന്ന സാധനങ്ങളും ആ പുഴുക്കിന്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ നമുക്കൊന്ന് കാണാം. ആദ്യം നമുക്ക് കിഴങ്ങുകൾ കാണാം അല്ലെ. ഒരു ചെറുകിഴങ്ങ്, ഇത് ചെറുകിഴങ്ങാണ്. മുള്ളൻകിഴങ്ങെന്ന് പറയുമോ ഇതിന്? മുള്ളൻകിഴങ്ങ് ഇതല്ല, അത് മുള്ളൻകിഴങ്ങ് മുക്കിഴങ്ങിനാ. മുള്ളൻകിഴങ്ങ് നനകിഴങ്ങുണ്ട്, 3 സൈസ് കിഴങ്ങുണ്ട്. എനിക്കറിയാം 3 സൈസ്. മുക്കിഴങ്ങുണ്ട്, മുള്ളൻകിഴങ്ങുണ്ട്, ചെറുകിഴങ്ങുണ്ട്. ഇത് ചെറുകിഴങ്ങ്. ഇത് പിന്നെ നമ്മുടെ പറമ്പിലെ കാച്ചിൽ. ഇത് കിഴങ്ങ് നമ്മുടെ പറമ്പിൽ ഇയാൾ നട്ടില്ല. ഒരു ചുവട് കിഴങ്ങിൽ അവർ പറമ്പിൽ കിടന്ന ഞങ്ങൾ നല്ല കാർത്തിക പുഴുക്കിന് എടുത്തതിന്റെ ബാക്കി. അത് തന്നെ. അപ്പൊ അതിന്റെ ബാക്കി പിന്നെ ഒരെണ്ണം ഞാൻ വെച്ചിരുന്നാണ് തിരുവാതിര പുഴുക്കിന്. ഈ ഒരു കിഴങ്ങ് മതി, ഒരു ചെറുകിഴങ്ങ്. ഇത് കാച്ചില്, അത് ഇവിടുത്തേതാണ്. പക്ഷെ നമ്മൾ മധുരക്കിഴങ്ങ് നമ്മൾ വാങ്ങിച്ചതാണ്. ഇപ്പൊ മധുരക്കിഴങ്ങ് കൃഷിയിൽ എരി ശല്യം ഭയങ്കരമായോണ്ട് പണ്ട് നമ്മുടെ പറമ്പിൽ മധുരക്കിഴങ്ങ് പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ തറ ഇങ്ങനെ എടുത്തിട്ട് നമ്മള് ഇങ്ങനെ പറിച്ച് ഭാഗ്യം നടുവാണ് കണ്ടിച്ച്. അപ്പൊ ചെറുകിഴങ്ങ് നമ്മൾ മൊത്തം വേണോ? രണ്ടും വേണോ? നമ്മള് ഇത് ചെറുകിഴങ്ങ് മേടിച്ചു. മധുരക്കിഴങ്ങ് വാങ്ങിച്ചു. ഏത്തക്കായും വാങ്ങിച്ചതാ. നമ്മുടെ ഏത്തവാഴയൊന്നും കുലച്ചിട്ടില്ല, വാഴ പറമ്പ് നിൽക്കുന്നുണ്ട്. പിന്നെ ചേമ്പ് നമ്മുടേതാണ്. കൂർക്കയും മേടിച്ചതാണ്. ചേമ്പും കണക്കാട്ടോ. പക്ഷെ എങ്കിലും നമ്മള് കുറെ ചേമ്പും തടയും കൊണ്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയായിരുന്നു അല്ലേ. ഭയങ്കര രുചിയാകും. ഇനി ചേമ്പില്ലാത്തൊരു ചേമ്പും തട ഇട്ടാലും മതി. ഇപ്പൊ വേവുന്ന സമയത്ത് നമ്മള് കാർത്തിക പുഴുക്കിന് പക്ഷെ ചേമ്പും തടയിട്ട് അല്ലെ, വിത്ത് വിട്ടു, രണ്ടും വിട്ടു നമ്മള്. ഇനി ഇത് കൂർക്കയല്ലേ, കണ്ട വലിയ മുട്ടൻ കൂർക്കയാണ്, നല്ല മുഴുപ്പുള്ള കൂർക്ക. നമ്മുടെ നാടൻ കൂർക്കയല്ല, നമ്മുടെ പറമ്പിലൊന്നും കൂർക്കയല്ല. ഇത് പാണ്ടിക്കൂർക്ക വരുന്നത്. ഇപ്പൊ ആരും കൂർക്ക കൃഷിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം കുറെ കൂർക്ക നട്ടു, ഒറ്റ കായും ഉണ്ടായില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോ നടാറില്ല ഇത്. ഇപ്പൊ ഇവിടുത്തെ ഈ മണ്ണിലൊക്കെ ഇത് പിടിക്കാറില്ല. അപ്പൊ നമ്മൾ ഇത് ചേന, ഇവിടെ ചേന ഇരിപ്പുണ്ട്. ഞങ്ങൾ ചേന വാങ്ങിച്ചതാ കേട്ടോ. ഇത് ഇവിടെ ചേന വലിയ ചേനയാ, 4 കുഴി 5 കുഴിയൊക്കെ കണ്ടിക്കാവുന്ന ചേനയാ. അപ്പൊ അത് നമ്മളിപ്പോ ഇച്ചിരി കണ്ടിച്ചെടുത്താൽ ബാക്കി ഇരുന്ന് കളയുന്നോണ്ട് ഞാൻ ഒരു ചേനയുടെ പകുതി വിചാരിക്കരുത്, ഒരു ചേനയുടെ പകുതി തന്നെയാണ്. പക്ഷെങ്കിൽ ഇതൊരു 300 ഗ്രാമേ ഉള്ളൂ ഈ ചേന അല്ലേ. ഇവിടെ ചേനയുണ്ടാകും, നമ്മൾ മുറിച്ച് കളയണ്ടല്ലെന്ന് ഓർത്താണ് അത് എടുക്കാൻ. അപ്പൊ ഇത്രയും സാധനം. ഇതും കാച്ചില്ലല്ലേ? അതും കാച്ചില്ല, അത് വേണേ എടുക്കാം. ഇത് മൊത്തം വേണ്ട അല്ലേ? വേണ്ട. അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ ഐറ്റംസ് ഇത്രയും കാണിച്ചു എന്ന് വെച്ചാൽ ഇത് മുഴുവനൊന്നും വേണ്ട നമുക്ക്. ഇതിന്റെ അകത്ത് നമുക്ക് ഞാൻ എണ്ണി നോക്കട്ടെ. ഒന്ന് നമ്മുടെ ചെറുകിഴങ്ങ്, അല്ല ഇത് ചെറുകിഴങ്ങല്ലേ, ചെറുകിഴങ്ങ് 1 2 3 4 കാച്ചിലൊന്ന് 5 6 7 ഐറ്റംസ് ഇതിന്റെ അകത്തുണ്ട് അല്ലെ. 7 ഐറ്റം ഉണ്ട്. പിന്നെ നമ്മള് മുതിര വറുത്താണ് നമ്മൾ വെള്ളത്തിലിട്ടത്. മുതിര വറുത്തോ? മുതിര വറക്കും, അല്ലെങ്കിൽ അതിനകത്ത് കടിക്കും. ചില മുതിരകൾ വേവാത്ത മുതിര വരും. അപ്പൊ ഞാൻ ഈ മുതിര വറുത്ത് വെച്ചേന്നാണ്, അതാണ് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. ഇപ്പൊ മുതിര വറുത്തിട്ട് വീണ്ടും വെള്ളത്തിലിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തു കേട്ടോ. ഇത് പയറ്, പയറ് വറക്കണം. പയറ് വറുത്തിട്ട് പയറ് വേവും, പക്ഷെ മുതിരക്കകത്ത് ഇടയ്ക്ക് വേവാതെ വരുന്ന മുതിരയുണ്ട്. അതുകൊണ്ട് നമ്മള് വറുത്തിട്ട്. ഓക്കെ. അപ്പൊ പയറ് ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തത്. പിന്നെ ഇതിന്റെ അളവൊക്കെ അവനവന്റെ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് എടുത്താൽ മതി അല്ലേ. അതെ, നമ്മുടെ കഷ്ണങ്ങളെല്ലാം നമ്മൾ ചെത്തി നല്ല വൃത്തിയായിട്ട് കഴുകി നല്ലപോലെ കഴുകണം. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ പറമ്പിൽ നിന്നൊക്കെ കളച്ചെടുത്താണ്ട് മണ്ണൊക്കെ ഇരിക്കും. അപ്പം നമ്മളൊരു 3-4 വെള്ളം നന്നായിട്ട് കഴുകി നമ്മുടെ കൊട്ടയ്ക്കകത്ത് നമ്മൾ പിറക്കി വെച്ചിട്ടുണ്ട്, വെള്ളം തോരാനൊക്കെ ഉണ്ട്. അപ്പം ഞാനിതൊന്ന് കഷ്ണം ഉണ്ടാക്കാം. കഷ്ണം വെച്ചാൽ മുഴുത്ത കഷ്ണം വേണം, അല്ലെങ്കിൽ ഇത് വെന്ത് പോകും കണ്ടമാനം. ഈ കുഴപ്പത്തിലാണ് നമ്മൾ ഏത്തക്കയൊക്കെ അരിയുന്നത്. ഇത് ചെറുകിഴങ്ങാണ്. ഇത് ഇച്ചിരി കനം കുറച്ചരി, അപ്പൊ ഇത് വേവാൻ ഇച്ചിരി താമസം വരും. ചെറുകിഴങ്ങ്
ചെറുകിഴങ്ങിന് വേവ് ഇച്ചിരി കുറച്ച് കൂടുതൽ വേവണം അല്ലേ? വേവ് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വലിപ്പം കുറയ്ക്കണം അല്ലേ? കുറയ്ക്കണം, അതിന്റെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ അത് വേവുള്ളൂ. അപ്പൊ ഓരോ കഷ്ണത്തിന്റെയും വേവിനനുസരിച്ചാണ് നുറുക്ക് അല്ലേ? പെട്ടെന്ന് വേവുന്നത് കൂടുതൽ വലിപ്പത്തിലായിരിക്കും. ഇച്ചിരി താമസിച്ച് വേവുന്നതൊക്കെ ചെറുതാക്കി അതിൻ്റെതായിട്ട് വലിപ്പത്തിൽ അരിയണം. ചേനയൊക്കെ നമ്മൾ ഇച്ചിരി താമസം കൊണ്ട് വേവാൻ, അപ്പൊ അതിന്റെ ചെറുതായിട്ട് നമ്മൾ നുറുക്കണം. കാച്ചിൽ അതുപോലെ തന്നെ പെട്ടെന്ന് വേവും. അപ്പൊ കാച്ചിൽ നമ്മൾ ഈ മുരിപ്പിലങ്ങ് ഇടുന്നതാണ്. വലിപ്പം കൂടുതലാ കാച്ചിലിനല്ലേ? ഇതുമ്പോ നമ്മൾ ഈ മുരിപ്പിലാണ് ഇടുന്നത്. ചേന നമ്മൾ ഇച്ചിരി മുരിപ്പ് കുറച്ചായിരിക്കുന്നത്. നമ്മൾ വാങ്ങിച്ച ചേനയാണ്, ഇതിന്റെ വേവ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ വയ്യല്ലോ. അപ്പൊ നമ്മളത് ഒരു സ്വല്പം കനം കുറച്ചരിയും. പണ്ടൊക്കെ നമ്മൾ കർക്കിടക മാസത്തിൽ ചേന കുറച്ച് പുഴുങ്ങി തിന്നായിരുന്നു. പല രീതിയിൽ ചേന പുഴുങ്ങിയായിരുന്നു. കർക്കിടക ചേന പുഴുക്ക് അല്ലേ? നമുക്ക് 2-3 കൊല്ലം കൊണ്ട് ചേന ഇല്ലാതിരിക്കുവായിരുന്നു. ഇക്കൊല്ലമാണ് നമുക്ക് ചേന ഉണ്ടായത്. ഇതിലാണ് നമ്മൾ കൂർക്ക ഇടുന്നത്. കനം കൂട്ടിയല്ല, കുറച്ച് അല്ലേ? അല്ല, കുറച്ചല്ല, ഒരു ഇടഭാഗത്തിന്. അതായത് കൂർക്ക ചെറുതാണ് മറ്റു കഷ്ണത്തെക്കാളും ചെറുതാണ്. പിന്നെ ഇത് മധുരക്കിഴങ്ങ. മധുരക്കിഴങ്ങൊക്കെ പെട്ടെന്ന് വേവുന്നതാ. വലിപ്പം കൂടുതൽ വേണം അല്ലേ? കൂടുതൽ വേണം. കൈയും മുടിപ്പിലാണ് നമ്മൾ മധുരക്കിഴങ്ങ് ഇടുന്നത്. ഈ ബാക്കി കഷ്ണങ്ങളൊക്കെ സെയിം കഷ്ണങ്ങളാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാ കഷ്ണങ്ങളും അരിയാം. അപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം നുറുക്കി നമ്മൾ ഇന്നലെ കുക്കറിനകത്താണ് ഇത് വെക്കുന്നത്. അപ്പോൾ സമയം മഴയും പെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട്, ചാറുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് ഈ കുക്കറിനകത്ത് നിന്ന് വെക്കുന്നത്. അപ്പോൾ അതിന്റെ പയറും മുതിരയും കൂടെ നമ്മൾ വേറൊരു കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെന്ത് വരുമ്പോഴാണ് പിന്നെ നമ്മൾ ഉരുളിക്കകത്ത് കുടഞ്ഞിട്ട് അടുപ്പ വെച്ചിട്ട് അരപ്പൊക്കെ പിന്നീട് നമുക്ക് ചേർക്കാം. അപ്പോൾ ആദ്യം വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാം. അപ്പൊ ഇതിനകത്ത് സ്വല്പം ഉപ്പിടുവാണ്. ഇതിൽ ഉപ്പ് വല്ല ഇട്ടാണ്? ഉപ്പിട്ടാ വേവിച്ചത്. ഉപ്പിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല അല്ലെ? വെറും ഉപ്പ് മാത്രം. അപ്പൊ എത്ര ഉപ്പ് നമ്മൾ ഇതിനകത്ത് ഇടുവാണ്. പിന്നെ മഞ്ഞപ്പൊടി എത്രയും മഞ്ഞപ്പൊടി. പിന്നെ നമ്മളിത് മുളക് പൊടി ഇടണം. ഒരുപാട് എരിവ് വേണ്ട കേട്ടോ ഇതിന്. എത്രയും മുളക് പൊടി മതി. അപ്പോൾ നമ്മൾ ഇത്രയും ഉപ്പിട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. അപ്പോൾ നമ്മളിതിനകത്ത് വെള്ളം കൂടി ഒഴിക്കാൻ പോവുകയാണ് ഇനി. മതി. പിന്നെ നമ്മൾ കുക്കർ അടച്ച് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് അല്ലേ? അപ്പോൾ ഇത് വേകുമ്പോഴത്തെ നമുക്ക് തേങ്ങ അരയ്ക്കാം. തേങ്ങ ചുരണ്ടി അരയ്ക്കാം. ഒരു തേങ്ങയുണ്ട്. ഒരു തേങ്ങ വേണ്ട. ഒരു 3-4 കൂട്ടം ചുമന്നുള്ളി ഉണ്ട്. ചിലർ ചുമന്നുള്ളി അരയ്ക്കാത്തവരുണ്ട്, അരയ്ക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അരയ്ക്കാറുണ്ട്. അപ്പോൾ അത്രയും ചുമന്നുള്ളി ഉണ്ട്. പിന്നെ ഇത്രയും ജീരകം കൊണ്ട് നമ്മൾ അരയ്ക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പൊ ഇതെങ്ങനെയാണ് അരക്കേണ്ടത്? നന്നായിട്ട് അരയ്ക്കുവാണോ അതോ ഒതുക്കി എടുത്താൽ മതിയോ? ഒരു അവിയലിന്റെ പാകത്തിൽ അരയണം അല്ലേ? ഒത്തിരി നന്നായിട്ട് മിക്സിയിലാണെങ്കിൽ ഒരു നന്നായിട്ടൊന്ന് രണ്ട് കറക്കി എടുത്തു കഴിഞ്ഞാൽ മിക്സിയിലാകുമ്പോൾ റെഡിയാവും അല്ലെ? ചതച്ചാൽ പോരെ, ചതയണേക്കാൾ ഇച്ചിരി കൂടെ അവിയലിന്റെ പാകത്തിൽ അരക്കണം. അപ്പൊ നമുക്കൊരു കാര്യം ഇതങ്ങ് അരച്ചെടുക്കാം അല്ലേ? തിരുവാതിരപ്പുഴുക്കൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തത് അടുപ്പടിക്കും. നമ്മൾ അതിൻ്റെ കൂടെ മുതിരയും പയറും കൂടെ വേവിച്ചതും കൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ വേറെ ആയിരുന്നു വേവിച്ചത്. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു തേങ്ങ അരച്ചതുണ്ട്, അതും കൂടി ഇടാൻ പോവുകയാണ്. സ്വല്പം കറിവേപ്പിലയും കൂടി ഇടുക. ഇത്രയും തേങ്ങ അരച്ചതുണ്ട്. മിക്സിയിലാണ് നമ്മൾ അരച്ചല്ലേ? നമ്മൾ ശകലം പാത്രം കഴുകി അങ്ങ് ഒഴിക്കുക. ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. അപ്പൊ ഇത് ഈ ചൂടുവെള്ളം കൊണ്ടാണ് പാത്രം കഴുകിയത്. അപ്പൊ നമുക്ക് ഈ അരപ്പൊന്ന് അടിയിലാക്കി വെക്കാം. അങ്ങനെ നമ്മുടെ തിരുവാതിര പുഴുക്ക് അങ്ങനെ
വെന്തിരിക്കുന്നു. ഫൈനൽ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഞാൻ കുറച്ച് സമയം കൂടെ വേണം ഇനി ആവാനായിട്ട് അല്ലെ? തേങ്ങ ഒന്ന് വേവണം. തേങ്ങ വേവാൻ വേണ്ടിയാണ് നമ്മൾ കൂട്ടി ഇളക്കിയില്ല ആദ്യം തന്നെ. അതിന്റെ ഉള്ളിലേക്ക് വെച്ച് മൊത്തം കഷ്ണാടിയിലത്തേക്ക് നമ്മൾ മുകളിലേക്ക് അങ്ങ് ആക്കി വെച്ചു അല്ലേ? അപ്പൊ ആ ഒരു ആവിക്കകത്തിരുന്ന് ഒരു പ്രത്യേക രീതിയിൽ അതൊന്ന് വെന്ത് കിട്ടും. ഓരോ വേവിനും ഓരോ രീതികളുണ്ട് കേട്ടോ. നമ്മൾ കൂട്ടി ഇളക്കി വേവിക്കുന്ന രീതി വേവല്ല, അല്ലെ ആ ഒരു സ്വാദല്ല. ഈ അരപ്പ് അതിന്റെ അകത്തിട്ടിട്ട് മുകളിലും താഴെയും കഷ്ണങ്ങൾ ഇടുമ്പോ കിട്ടുന്ന സ്വാദ് വേറെ ഒന്നായിരിക്കും. അരപ്പും ഇതെല്ലാം കൊണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മളതൊന്ന് തവിയുടെ കണ കൊണ്ട് നമ്മളൊന്ന് കുത്തി നോക്കട്ടെ, അടിയിൽ ഇങ്ങനെ അടി പിടിക്കാതെ കണ്ട്. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അത് അടി പിടിക്കും. അപ്പൊ നമ്മൾ ഇതൊന്ന് വാങ്ങി വെച്ച് ഞാൻ ഇളക്കാൻ പോവുകയാണ്. അത് വാങ്ങി താഴെ വെച്ചിട്ട് ഇളക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇരുന്ന് ഇളക്കാൻ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉരുളി വാങ്ങി വെക്കാൻ പോവുക. അപ്പൊ നമ്മളിത് സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിനകത്ത് ഒഴിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് ഇളക്കാം ഇത് തവിയുടെ കണവുണ്ട്, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. ഇപ്പോൾ ഇച്ചിരി വെള്ളമായിട്ടൊക്കെ തോന്നുന്നു, പക്ഷെ ഇത് ആറുമ്പോൾ നല്ല കട്ടിയാകും. അത് നമുക്ക് വിളമ്പി എടുക്കാൻ പറ്റാതെ വരും. അപ്പൊ നമ്മുടെ തിരുവാതിരപ്പുഴക്ക് എന്ത് നല്ലതായിട്ടിരിക്കുന്നുണ്ട്, കാണുമ്പോഴും അറിയാമല്ലോ. അത് ഇച്ചിരി നാറ് കഴിയുമ്പോൾ നമുക്ക് വിളമ്പി എടുക്കാൻ പറ്റാതാവും. അതുപോലെ ആവും ഇതൊന്നും. അപ്പൊ നമ്മൾ ഇത് ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് എടുക്കുമ്പോൾ ഇച്ചിരി ഒന്ന് ലൂസായിട്ട് നമ്മൾ ഇളക്കി ഇതിന്റെ തേങ്ങ എല്ലായിടത്തും കൂടെ തണുത്ത് വരുമ്പോഴത്തേക്കും കട്ടിയാവും. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ഇടുമ്പോൾ കട്ടിയായി പോയ തേങ്ങ ഒരിടത്ത് തന്നെ ഇരിക്കും. നമ്മൾ ഇളക്കാൻ ഭയങ്കര പാടാണ്. ഇത് കിഴങ്ങുകളില്ല. അപ്പൊ നമ്മളിത് നമ്മുടെ തിരുവാതിരപ്പുഴക്ക് റെഡി ആയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളും ഉണ്ടാക്കണം. അപ്പൊ തിരുവാതിര ഒന്നും നോക്കണ്ട, തിരുവാതിരക്ക് ഉണ്ടാക്കാം. തിരുവാതിരക്ക് ഒരാഴ്ച കൂടെ ഉണ്ട്. അപ്പൊ തിരുവാതിരക്ക് ഉണ്ടാക്കാം. അത് കൂടാണ്ട് എപ്പോ വേണേലും ഇങ്ങനെ കിഴങ്ങുകൾ കിട്ടുവാണെങ്കിൽ എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഉണ്ടാക്കിയാല് ശരീരത്തിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. കഞ്ഞിയുടെ കൂടെ ഭയങ്കര രുചിയാണ് നമുക്ക്. പിന്നെ പണ്ട് കാലത്ത് വീടുകളിലെല്ലാം സ്ഥിരം ഉണ്ടായിരുന്ന ഒരു 4 മണി ആഹാരമായിരുന്നു പുഴുക്ക് അല്ലെ? പലഹാരം എന്ന് പറയാൻ പറ്റത്തില്ല, 4 മണി ആഹാരം പുഴുക്കായിരുന്നു എല്ലാ വീടുകളിലും. അത് ഈ പറമ്പിപ്പണിയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ അല്ലേ അന്ന്? അങ്ങനെ തിരുവാതിര പുഴുക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കുറേ ഐറ്റംസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ പോഷക സമൃദ്ധമാണ്. തിരുവാതിരയ്ക്ക് മാത്രമല്ല, ഏത് സമയത്തും നമുക്ക് ഈ സാധനങ്ങളുടെയൊക്കെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കാം. ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതുപോലൊരു അടിപൊളി പുഴുക്കുണ്ടാക്കി കഴിഞ്ഞാൽ ശരീരത്തിന് വളരെ ഗുണകരമായിരിക്കും. ഈ പുഴുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.